ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ അപ്ഡേറ്റ് 269 നിന്ന് ഒരു അടിപൊളി വിവരമുണ്ട്. പിന്നെ ഗോട്ടിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസും ഉണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. ഗോട്ട് മൂവിക്ക് വിജയ് ഒരു പുതിയ തീരുമാനമെടുത്തു എന്നൊരു ഷോക്കിംഗ് ആയുള്ള വാർത്ത വന്നിട്ടുണ്ട്. എന്താ വിവരമെന്ന് വെച്ചാൽ, ഗോട്ട് മൂവിക്ക് ഓഡിയോ ലോഞ്ച് വേണ്ട എന്ന് പറഞ്ഞ് എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് റൂമേഴ്സ്. അതും നല്ല കാര്യം തന്നെയാണ്. ഇത്രയും വേസ്റ്റ് ആൽബത്തിന് ഓഡിയോ ലോഞ്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും വിജയ് ചെയ്യുന്ന ഓഡിയോ ലോഞ്ചിൽ സ്പീച്ച് മിസ്സാകും. പടത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ക്രിയേറ്റ് ആകാൻ ഒറ്റ സ്പീച്ച് തന്നെ മതി. അപ്പോൾ ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരം ഒഫീഷ്യലായിട്ട് പറയട്ടെ. ഇപ്പോൾ എല്ലാ ട്രാക്കർമാരൊക്കെ പറയുന്നത് ഓഡിയോ ലോഞ്ച് ഉണ്ടാകില്ല എന്നാണ്. പിന്നെ ഇനിയിപ്പോൾ ഗോട്ടിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് വരണമല്ലോ. ഓഗസ്റ്റ് 15 നെക്സ്റ്റ് അപ്ഡേറ്റ് പ്ലാന്. ശരിക്കും വന്ന് ട്രെയിലറാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ അത് മാറ്റി ആഗസ്റ്റ് 20 വരുന്ന വീക്കിൽ റിലീസിലാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പകരമായി ഓഗസ്റ്റ് 15 വേറെ വല്ല അപ്ഡേറ്റ് വരും. ഒന്നില്ലെങ്കിൽ റിലീസ് ലാംഗ്വേജ് പോസ്റ്റേഴ്സ് റിലീസാക്കുന്നുണ്ടാവും. ഈ ഓരോ ഭാഷയ്ക്കും ഓരോ പോസ്റ്റർ ഉണ്ടെങ്കിൽ റിലീസാക്കില്ലേ, ആ രീതി ചിലപ്പോൾ ഓഗസ്റ്റ് 15 വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ നോ എക്സ്പെക്ടേഷൻ പോസ്റ്ററിന് റിലീസിലാകാൻ ഇനി ഒരു മാസമേ ഉള്ളൂ. ഒരു ഐപ്പും ഇപ്പോഴേക്കില്ല. ഗ്ലിംസ് വന്നപ്പോൾ ഐപ്പൊന്ന് കയറിയില്ല, പിന്നെ അങ്ങോട്ട് വീണ്ടും കുറഞ്ഞു. ഇനിയിപ്പോൾ TV പ്രൊമോസും ട്രെയിലേഴ്സും ഒക്കെ വരണം ഐപ്പ് കയറാൻ. അതുപോലെ ദളപതി 69 ഒരു കാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളി നടിയായ മമിത ബൈജു ദളപതി 69 ഉണ്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരു ടോപ്പ് റൂമർ പോകുന്നുണ്ട്. ദളപതി 69 കാസ്റ്റ് ലിസ്റ്റ് ഗംഭീരമാകുമെന്ന് തോന്നുന്നത്. നല്ല നല്ല കാസ്റ്റൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. കമലഹാസൻ വരെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതാണ് ദളപതി 69 ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. മമിത ബൈജു ദളപതി 69 ഓൺ ബോർഡ് ആകുന്ന വിവരമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഞാൻ കാണുന്നു ഇത് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടിയിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഇടയിൽ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.